അമ്പാട്ടെ വീടിന്റെ നടുമുറ്റത്തെ തുളസിത്തറയിൽ വിളക്ക് തെളിഞ്ഞപ്പോൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വേണു. ഒപ്പം തന്നെ ആ ദീപത്തേക്കാൾ പ്രഭയുണ്ട്. അത് തെളിയിച്ച കീർത്തനയ്ക്കെന്ന് അയാൾക്ക് തോന്നി. അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ഇറങ്ങുകയായിരുന്നു അയാൾ. വർഷങ്ങളായി അയാൾ അമ്പാട്ടെ വീട്ടിലെ ഡ്രൈവറാണ്. അമ്പാട്ടെ കരുണൻ മേനോന്റെ കാലം മുതൽ അയാൾക്കൊപ്പം ആള് കൂടിയതാണ്. ഇപ്പോൾ മകൻ കൃഷ്ണൻ മേനോനൊപ്പമാണ്. കരുണാകരൻ മേനോന്റെ 4 മക്കളിൽ അവസാനത്തെ പുത്രനാണ് കൃഷ്ണമേനോൻ. അയാൾക്ക് മുകളിൽ 2 ജ്യേഷ്ഠന്മാരും ഒരു ജ്യേഷ്ഠത്തിയുമാണുള്ളത്. അമ്പാട്ടെ കരുണാകരൻ മേനോൻ 4 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ളത് സമ്പാദിച്ചിട്ടുണ്ട്. സ്വത്ത് ഭാഗം വെച്ചപ്പോൾ 4 മക്കൾക്കും ഒരേപോലെയാണ് നൽകിയത്. തറവാട് വീടും പുരയിടവും ഇളയ മകൻ കൃഷ്ണൻ മേനോന് ലഭിച്ചു. കൃഷ്ണൻ മേനോന് നന്നായി ഡ്രൈവിംഗ് അറിയാം. എങ്കിലും തന്നെ മാറ്റാതെ വച്ചിരിക്കുന്നത് അച്ഛൻ്റെ വിശ്വസ്തനായിരുന്നു എന്നതുകൊണ്ടാണ്. പലപ്പോഴുമുള്ള യാത്രകളിൽ അദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് തന്നെ. എപ്പോഴും കോ ഡ്രൈവർ സീറ്റിലാണ് ഇരുത്താറുള്ളത്. തന്നോടെന്നും അദ്ദേഹത്തിനൊരു ബഹുമാനമുണ്ടെന്ന് വേണുവിനറിയാം. അങ്കിൾ ഇറങ്ങാൻ നിൽക്കുകയാണോ? അരികിൽ വന്നുകൊണ്ടുള്ള കീർത്തനയുടെ ചോദ്യമാണ് അയാളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അതേ മോളെ, മോള് ദീപം വയ്ക്കുന്നതും കൂടി കഴിയട്ടെ എന്ന് കരുതി. ഇന്ന് താമസിച്ചു പോയല്ലോ, എന്തുപറ്റി? അച്ഛൻ ഇന്ന് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു. പിന്നീട് റിസൾട്ട് വന്നോ? ഉവ്വ, തട്ടിമുട്ടി ജയിച്ചിട്ടുണ്ട്. തൻ്റെ ഇളയ മകളായ വീണയ്ക്കൊപ്പമാണ് അവൾ കോളേജിൽ പഠിക്കുന്നത്. ഡിഗ്രി സെക്കൻഡ് ഇയർ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാളും. മോൾക്ക് നല്ല മാർക്കുണ്ടാവുമല്ലേ? അങ്ങനെ വലിയ മാർക്കൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്. മോൾക്ക് വേണ്ടി അച്ഛനൊരു സീറ്റ് എവിടെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, MBAക്കോ മറ്റോ. അങ്ങനെ പഠിക്കുന്നതിന് ഒരു സുഖമില്ല അങ്കിളെ. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചാലേ ഒരു സുഖം കിട്ടൂ. നന്ദേട്ടന് ജോലിയുടെ കാര്യം എന്തെങ്കിലും ശരിയായോ? ഒരാൺതരിയല്ലേ എന്ന് കരുതി ഉള്ള സമ്പാദ്യം മുഴുവൻ ചെലവാക്കി പഠിപ്പിച്ചത് അവനെയാ. എന്നിട്ടിപ്പോ അവൻ ഒരു വിധത്തിലും നല്ലൊരു ജോലിയും കിട്ടുന്നില്ലെന്നേ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നല്ലതാണെന്നും പറഞ്ഞ് അന്ന് പഠിച്ചതാ. അതിന്റെ കട ഇപ്പോഴും വീട്ടാതെ കിടക്കുകയാണ്. ആകപ്പാടെ ആശ്വാസം അവന് ചെയ്യാൻ അറിയാത്ത പരിപാടികളില്ലെന്നുള്ളത് മാത്രമാണ്. ഇന്നും പോയിട്ടുണ്ട് ഏതോ ഒരു ഇന്റർവ്യൂവിന്. ഇന്റർവ്യൂ ഒക്കെ പാസ്സാവും. പക്ഷെ ശമ്പളം പറയുമ്പോൾ 12,000 രൂപയിൽ കൂടുതൽ കാണില്ല. അതിലും കുറവ് ശമ്പളത്തിന് എക്സ്പീരിയൻസിന് വേണ്ടി കയറാൻ ഇഷ്ടംപോലെ എഞ്ചിനീയർമാർ കാത്തിരിക്കുകയാണ്. അവൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം ഗൾഫിന് പോയി. ആ കൂട്ടുകാരൻ്റെ ഒരു ഓട്ടോറിക്ഷ വീട്ടിൽ കൊണ്ട് നീട്ടിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയും കൊണ്ട് സ്റ്റാൻഡിൽ പോക്കാ ഇപ്പം അവൻ്റെ പരിപാടി. ഇന്നലെയൊക്കെ ഓട്ടം കിട്ടിയെന്ന് പറയുന്നത് കേട്ടു. ലക്ഷങ്ങൾ മുടക്കി ചെലവാക്കിയത് ഒരു ഓട്ടോക്കാരനായി കാണാനായിരിക്കും വിധി. അവൻ പറയുന്നത് MBAയോ മറ്റോ പഠിച്ചാലേ ഇനിയും നല്ല ജോലി കിട്ടൂന്നാ. ഇനി അതിന് മുടക്കാൻ എൻ്റെ കൈ പൈസയൊന്നുമില്ല. വേണു തൻ്റെ വിഷമങ്ങളുടെ കെട്ട് അവളുടെ മുൻപിൽ അഴിച്ചു. കുറച്ചധികം കാലങ്ങളായി കീർത്തനയുടെ മനസ്സിൽ കയറി പറ്റിയ രൂപമാണ് വേണുവിൻ്റെ മകൻ നന്ദൻ്റെ. കീർത്തന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ നന്ദനോടൊരു ഇഷ്ടമുണ്ട്. അത് നന്ദൻ ഒഴികെ കീർത്തനയെ പരിചയമുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. നന്ദൻ്റെ സഹോദരി വീണയ്ക്ക് വരെ. അവനെ കാണാൻ വേണ്ടി മാത്രം ഇടയ്ക്ക് വീണയെ കാണാൻ എന്ന വ്യാജേനെ വേണുവിൻ്റെ വീട്ടിൽ അവളുടെ വരവും പോക്കും ഇതുവരെ ആരിലും സംശയം ജനിപ്പിച്ചിട്ടില്ല. നന്ദനെ കാണാൻ വേണ്ടിയാണ് ഈ പോക്കെങ്കിലും ഇതുവരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി അല്ലാതെ അവൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ മറ്റൊരു പ്രതികരണവും അവൾക്ക് ലഭിച്ചിട്ടില്ല. അവളോട് പ്രത്യേകിച്ച് മമതയോ താല്പര്യമോ അവനുള്ളതായി തോന്നിയിട്ടുമില്ല. അച്ഛൻ്റെ മുതലാളിയുടെ മകൾ, ആ ഒരു അകലമിട്ട് തന്നെയാണ് അവൻ അവൾക്കരികിൽ നിന്നിട്ടുള്ളത്. കാലങ്ങൾക്ക് മുൻപേ തൻ്റെ മനസ്സ് കവർന്നവനാണ് അവനെന്ന് പറയാനുള്ള ധൈര്യം കീർത്തനയ്ക്കും ഉണ്ടായിട്ടില്ല. അവൾ അവനോട് അടങ്ങാത്ത പ്രണയമാണെങ്കിലും പലപ്പോഴും അവനെ കാണുമ്പോൾ നിർനിമേഷയായി നിന്നു പോവുകയാണ് അവൾ ചെയ്യുക. അവനെ കാണുമ്പോൾ മുതൽ ശരീരം നിശ്ചലമാവുകയാണ്. പിന്നീട് വാക്കുകൾ പോലും പുറത്തു വരില്ല. നന്നേ വെളുത്ത വട്ടമുഖത്തിൽ മാറ്റേകുന്ന കറുത്ത കട്ടിമീശയും കുറ്റിത്താടിയും. നീണ്ടുവിടർന്ന കണ്ണുകൾ ചിരിക്കുമ്പോൾ മാത്രം ചുരുങ്ങും. നെറ്റിയെ മൂടിക്കിടക്കുന്ന അളകങ്ങൾ, ഇളം ചുവപ്പ് നിറമുള്ള അധരങ്ങൾ അവൻ പുകവലിക്കാറില്ല എന്ന് തെളിയിക്കുന്നു. 6 അടി നീളവും അതിനൊത്ത വണ്ണവുമായി എല്ലാം തികഞ്ഞ ആണൊരുത്തൻ. ഏതു പെണ്ണും മോഹിച്ചു പോകുന്ന സുന്ദര രൂപം. വർഷങ്ങൾക്ക് മുന്നേ കീർത്തനയുടെ ഉള്ളിൽ ഇടം പിടിച്ചൊരു പുരുഷ രൂപം. ഇടയ്ക്കൊക്കെ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും അച്ഛൻ വിളിക്കാറുണ്ട്. അച്ഛനും ആളെ വലിയ കാര്യമാണ്. എന്നാൽ അമ്മയ്ക്ക് അങ്ങനെയല്ല. ജോലിക്കാരോടോ അവരുടെ മക്കളോടോ ഒന്നും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് അമ്മയ്ക്കിഷ്ടമല്ല. ജോലിക്കാരെ അവരവരുടെ സ്ഥാനത്ത് നിർത്തണമെന്ന് അമ്മ എപ്പോഴും അച്ഛനോട് പറയാറുണ്ട്. അമ്മയുടെ അതേ രീതിയാണ് അനുജത്തി കാർത്തികയ്ക്കും. +1 ആയിട്ടുള്ളൂവെങ്കിലും ആൾ കൈത്തമൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നന്ദന് പ്ലംബിങ്ങും വയറിങ്ങും തുടങ്ങി ടാപ്പിംഗ് വരെ അറിയാം. വേണുവിന് വയ്യാത്തപ്പോൾ പലപ്പോഴും വണ്ടി ഓടിക്കാനും വരാറുണ്ട്. അവൻ വരുന്ന ദിവസങ്ങളിൽ മാത്രം പലപ്പോഴും കാരണങ്ങൾ ഉണ്ടാക്കി ഓരോ സ്ഥലത്ത് പോകാൻ ശ്രമിക്കാറുണ്ട്. അത്രയും സമയം കൂടി ആളെ കാണാമല്ലോ. പക്ഷെ തനിക്കൊപ്പമുള്ള യാത്രകളിൽ ഒന്നും തന്നെ അവൻ അധികമായി തന്നോട് സംസാരിച്ചിട്ടില്ല. അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി മാത്രം, പിന്നെ പതിവുള്ള പുഞ്ചിരിയും. എങ്കിലും അവനൊപ്പമുള്ള ഓരോ യാത്രകളും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മോളെ? വേണു ചോദിച്ചു. അവൾ പെട്ടെന്ന് തലയാട്ടി കാണിച്ചിരുന്നു.
വൈകുന്നേരം വേണു വീട്ടിലേക്ക് ചെന്ന പുറകെ അവിടേക്ക് നന്ദനും എത്തി. കയ്യിലിരുന്ന കവർ അവൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. പുഴമീനാണ്, ഞങ്ങൾ പിടിച്ചതാ, മുളകിട്ട് കറി വെക്ക്, ഉണ്ടേ കുറച്ച് കപ്പയും പുഴുങ്ങിക്കോ, ഉത്സാഹത്തോടെ അവൻ പറഞ്ഞു. നീ മീൻ കച്ചവടവും തുടങ്ങിയോ? വേണു ഒരു കള്ളിമുണ്ടും ഉടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി വന്ന് ചോദിച്ചു. അതിനെന്താ അച്ഛാ കുഴപ്പം? അതും നല്ലതല്ലേ? 1 കിലോ മത്തിക്ക് വരെ കൊല്ലുന്ന വിലയാ. അങ്ങനെ വല്ലതും തുടങ്ങിയാലേ രക്ഷപ്പെട്ടു പോകൂ. അതിനാണോ നീ എഞ്ചിനീയറിംഗ് വരെ പഠിച്ചത്? ശരിയാ, അന്ന് ലോൺ എടുത്ത് വല്ല പെട്ടിയോട്ടോയും വാങ്ങിയാൽ മതിയായിരുന്നു. മീൻ വിൽപ്പനയെങ്കിലും നടന്നേനെ. ഇങ്ങനെ ഇന്റർവ്യൂവിന് ലേലം വിളിച്ചു മടുത്തു. മകന്റെ അവസ്ഥ കണ്ടിട്ട് അയാൾക്ക് വേദന തോന്നി. തനിക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല. ആ അവസ്ഥ തന്റെ മക്കൾക്കുണ്ടാകരുതെന്ന് ഓർത്താണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തത്. വീട് ലോൺ വെച്ചാണ് മകനെ പഠിപ്പിച്ചത്. എന്നിട്ടും ഒരു ഗുണവുമില്ലാതെയായിപ്പോയി. പാരമ്പര്യമായിട്ടുള്ള കൊല്ലപ്പണി ചെയ്താൽ പോലും കിട്ടും ദിവസം 10,000-2,000 രൂപ. ഇത് അതുപോലുമില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തവൻ ദിവസവും 10,000 രൂപയുണ്ടാക്കും. എന്ത് ജോലിയും ചെയ്യാൻ അവനൊരു മടിയുമില്ല. ഒന്നുകിൽ കേബിളുകാരുടെ കൂടെ പോവും, അല്ലെങ്കിൽ കാറ്ററിംഗ്, അല്ലെങ്കിൽ ബസ്സിൽ കണ്ടക്ടർ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ മീൻ പിടിക്കാനോ വാർക്കപ്പണിക്കോ ഒക്കെ പോവും. സാരമില്ലടാ, നിന്റെ സമയമായിട്ടില്ലെന്ന് കൂട്ടിയാൽ മതി, എല്ലാം ശരിയാവും. നിനക്ക് ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടല്ലോ. ഇന്ന് പലർക്കും അതില്ല. അതൊരു വലിയ കാര്യാ. ചെന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. അയാൾ മകന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയതാണ് കീർത്തന. അമ്പലത്തിൽ ചെന്ന പാടെ അവന്റെ പേരിൽ പുഷ്പാഞ്ജലിയും ശത്രുസംഹാരവും അങ്ങനെ എന്തൊക്കെ പൂജകളുണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ. അതോടൊപ്പം തന്നെ ഭഗവാന് പ്രത്യേകമായ ഒരു നെയ്വിളക്ക് നേർന്നു. കാരണം ഇന്നവൻ്റെ പിറന്നാളാണ്. അമ്പലത്തിൽ നിന്നും നേരെ പോയതോ അവൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്രതീക്ഷിതമായി കീർത്തനയെ വീടിന് മുന്നിൽ കണ്ടതെങ്കിലും ഇടയ്ക്കിടെ അവൾ അവിടെ വരുന്നതായതിനാൽ വേണുവിന് സംശയമൊന്നും തോന്നിയിരുന്നില്ല. തൻ്റെ മകളുമായി നല്ല കൂട്ടാണ് ആ കുട്ടി. സത്യത്തിൽ മുതലാളിയുടെ മകൾ ഇടയ്ക്കിടെ തൻ്റെ വീട്ടിൽ വരുന്നത് അയൽപ്പക്കത്തുള്ള പലർക്കും കുശും പുണർത്തുന്ന കാര്യമാണ്. പലരും അത് ഒളിഞ്ഞും തെളിഞ്ഞും പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കുട്ടി വളരെ നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണെന്ന് എപ്പോഴും അയാൾക്ക് തോന്നുമായിരുന്നു. കാരണം തൻ്റെ മകളോട് വലിയ കാര്യമാണ്. സാധാരണ മുതലാളിമാരുടെ മക്കൾ തൊഴിലാളിമാരുടെ മക്കളോട് ഒന്ന് സംസാരിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ്. അതിൽ നിന്നും വിപരീതമാണ് കീർത്തനയെന്ന് പല കുറി അയാൾക്ക് തോന്നിയിട്ടുണ്ട്. ആഹാ കുഞ്ഞോ, എന്താ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? അവളുടെ മുഖത്തേക്ക് നോക്കി വേണു ചോദിച്ചു. അമ്പലത്തിൽ പോയിട്ട് വന്നതാണെങ്കിൽ വീണയെ കൂടി ഒന്ന് കാണാമെന്ന് കരുതി. അവൾ ഇവിടെ ഇല്ലേ? ഉണ്ടല്ലോ, അകത്തുണ്ട്, കുളിക്കായിരിക്കും. ഞാൻ പുറത്ത് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. മോളകത്തേക്ക് ചെല്ല്, വേണു പറഞ്ഞു. അവൾ ചിരിയോടെ സമ്മതിച്ച് അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ കണ്ടിരുന്നു വേണുവിൻ്റെ ഭാര്യ സുധേ. അയ്യോ, കുഞ്ഞായിരുന്നോ? രാവിലെ തന്നെ? ഞാൻ ഓർത്തു ഇതാരാ അതിരാവിലെ എന്ന്. ഞാൻ അമ്പലത്തിൽ പോയതാണ്. അപ്പോൾ ഓർത്തു വീണയെ കൂടി കണ്ടു മടങ്ങാമെന്ന്. ആണോ? എടി വീണേ, ദേ കീർത്തന കുഞ്ഞ് വന്നിരിക്കുന്നു. സുധ ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അകത്തു നിന്നും അവളുടെ തലവട്ടം കണ്ടിരുന്നു. കീർത്തനെ അവളെ നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. നീ എന്താ എത്ര രാവിലെ ഇങ്ങോട്ട് ഇറങ്ങിയത്? അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക ഭാവത്തിലാണ് വീണ അത് ചോദിച്ചത്. അത് കേട്ടതും സുധയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അച്ഛന് ശമ്പളം തരുന്ന ആളുടെ മകളാണ്. ഒട്ടും ബഹുമാനമില്ലാതെയാണ് തൻ്റെ മകളെ സംസാരിക്കുന്നത്. അവർ മകളുടെ മുഖത്തേക്കൊന്ന് ദേഷ്യപ്പെട്ട് നോക്കി. നീ എന്നാണോ കീർത്തന കുഞ്ഞിനെ വിളിക്കുന്നത്? നിനക്ക് പേര് പിടിച്ചുകൂടെ? അവർ മകളെ താക്കീത് ചെയ്തു. അയ്യോ അമ്മേ, അതിനെന്താ? ഞങ്ങൾ ഒരേ പ്രായമല്ലേ? മാത്രമല്ല ഞങ്ങൾ കൂട്ടുകാരുമല്ലേ? അപ്പോൾ അങ്ങനെ വിളിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, കീർത്തന തിരുത്തി. അങ്ങനല്ല മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത് അവിടുന്ന് തരുന്ന പൈസ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാനും എൻ്റെ മക്കളും കഴിയുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിനെ പോലെയാണ്. അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഒരേ പ്രായവും കൂട്ടുകാരും ഒക്കെ ആയിരിക്കും. പക്ഷെ കുഞ്ഞിൻ്റെ അച്ഛനോ മറ്റോ കേട്ടാ എന്താ ഇവളെക്കുറിച്ച് ധരിക്കുന്നത്? എൻ്റെ വളർത്തു ദോഷം കൊണ്ടാണെന്നല്ലേ കരുതൂ. അമ്മ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. അച്ഛനും അങ്ങനെയൊന്നും കരുതില്ല. ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. ഇവിടുത്തെ അച്ഛന് പണം എൻ്റെ അച്ഛൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടല്ലേ? ജോലി ചെയ്യുന്നതിനുള്ള കൂലിയാണ് കിട്ടുന്നത്. അതാരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അമ്മ അങ്ങനെയൊന്നും കരുതണ്ട. അമ്മ പോയിട്ട് കീർത്തന കുഞ്ഞിനൊരു ചായ ഇടാം. അമ്പലത്തിലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നതല്ലേ? വീണ പറഞ്ഞു. ഞാനത് മറന്നു. ഞാൻ വേഗം എടുത്തുകൊണ്ട് വരാം, മോൾ അകത്ത് കയറിയിരിക്കേ. അതും പറഞ്ഞ് അവരകത്തേക്ക് പോയപ്പോൾ വീണ കീർത്തനയുടെ അരികിൽ വന്ന് നിന്നു. കീർത്തന കുഞ്ഞ് എന്താണാവൂ രാവിലെ കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത്? നീ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി നീ എന്താ രാവിലെ അമ്പലത്തിൽ പോയതെന്ന്. മീനമാസത്തിലെ പൂരം നാൾ നീ മറക്കില്ലല്ലോ, വീണ പതിയെ പറഞ്ഞു. ഇന്ന് പിറന്നാളാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടല്ലേ നീ അമ്പലത്തിൽ പോയിട്ട് വന്നിരിക്കുന്നത്?
കീർത്തന നാണത്തിൽ തല കുലുക്കി. എഴുന്നേറ്റോ? ഇല്ല, നല്ല ഉറക്കമാണ്. ഇത് നീ കൊടുക്കണം. പ്രസാദവും പായസവും അവൾക്ക് നേരെ നീട്ടി കീർത്തന പറഞ്ഞു. ആർക്ക്? നിന്റെ ഏട്ടന്, അല്ലാതെ ആർക്ക്? ഞാൻ പ്രത്യേകമായിട്ട് ഒരുപാട് വഴിപാടുകളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പ്രസാദമാണ്. എല്ലാം തൊട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ നെയ്പായസം ഉണ്ട്. അത് പ്രത്യേക വഴിപാടാണ്. അത് കഴിപ്പിക്കണം. എഴുന്നേറ്റ് വന്നിട്ട് പോരെ? മതി. പിന്നെ ഇന്നലെ പോയ ഇൻ്റർവ്യൂ എന്തായിടി? ഒന്നും ആയില്ല. പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഇന്നലെ വൈകിട്ട് തന്നെ തിരിച്ചു വന്നു. എന്തൊക്കെയോ സാഹിത്യവും പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നത് കേട്ടു. ഷോ, ഞാൻ നന്നായി പ്രാർത്ഥിച്ചതായിരുന്നു അത് കിട്ടാൻ വേണ്ടി. എന്നിട്ടും കിട്ടിയില്ല അല്ലേ? നീ ഇനി പ്രാർത്ഥന ഒരല്പം കുറച്ച് നോക്ക്. ചിലപ്പോൾ അന്നേരം കിട്ടിയാലോ? നിനക്ക് ഇത്തിരി കളിയാക്കൽ കൂടുന്നുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞതുപോലെ ബഹുമാനമൊന്നുമില്ല. ചിരിയോടെ കീർത്തന പറഞ്ഞു. ബഹുമാനിക്കാടി. നീ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് ഇങ്ങ് കയറിപ്പോര്. അപ്പോൾ ഞാൻ ബഹുമാനിക്കാം. അതിന് ഞാൻ മാത്രം വിചാരിച്ചാൽ മതിയോ? നിന്റെ ഏട്ടനും കൂടി വിചാരിക്കണ്ടേ? അതിന് നീ ഇങ്ങനെ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല. നീയും കൂടി അത് തുറന്നു പറയണ്ടേ? നിന്റെ മനസ്സ് കുത്തി തുറന്ന് അതിനുള്ളിലിരിക്കുന്ന പ്രേമക്കാറ്റ് അറിയാൻ വേണ്ടി അങ്ങേർക്ക് 6ാം ഇന്ദ്രിയൊന്നുമില്ല. എനിക്ക് പേടിയാടി പറയാൻ. അഥവാ ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടമല്ലെന്നാണ് പറയുന്നതെങ്കിൽ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല. എങ്കിൽ പിന്നെ നീ പറയണ്ട. അങ്ങേര് വേറെ പെണ്ണിനെയും കിട്ടി പിള്ളേരുമായിട്ട് ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോഴും നീ ഇങ്ങനെ കണ്ടാൽ മതി. നീ ഒന്ന് പോയേ, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ. പിന്നെ ഇതും കൂടി കൊടുക്കണേ. കയ്യിൽ നിന്നും ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പൊതിയെടുത്ത് അവൾക്ക് നേരെ നീട്ടിയിരുന്നു കീർത്തന. ഇതെന്താ? നീ വല്ല ശയന പ്രദക്ഷിണം നടത്തിയിട്ട് അതിൻ്റെ പ്രസാദം വല്ലതും ആണോ? ഒന്ന് പൊടി. ഒരു ഷർട്ടും മുണ്ടുമാണ്. ഇന്ന് പിറന്നാളല്ലേ, നീ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ഇട്ട് വൈകിട്ട് തന്നെ അമ്പലത്തിൽ പോകാൻ പറയണേ. ഞാൻ ആൾക്ക് വേണ്ടി ഒരു ചുറ്റുവിളക്ക് നേർന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? ഞാൻ നിന്റെ കാര്യം ഏട്ടനോട് പറയട്ടെ? യോ, ഇപ്പോൾ പറയണ്ട. എനിക്ക് ഇത്രയും കൂടി ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. ഒരു 15 വയസ്സായപ്പോൾ തുടങ്ങിയതല്ലേ നീ ധൈര്യം സമ്പാദിക്കാൻ? ഇപ്പം നിനക്ക് എത്ര വയസ്സാ? ഇതുവരെ നിനക്കിത് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയില്ലേ? അമ്മേ, ഒരു ചായ. അകത്തു നിന്നും ആ ശബ്ദം കേട്ടതും വെപ്രാളത്തോടെ കീർത്തന തിരിഞ്ഞു നോക്കി. തുടരും.